ഇന്നലെ നടന്ന സംഭവം ഒന്ന് പറയാമോ ഞങ്ങളോട്? ഞാൻ അവിടെ ഒരു മീഡിയക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മെട്രോളിനെ ഉടനെ കയറിയത് ലുലുമാളിലേക്ക്. കയറുന്ന സമയത്ത് അവിടെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന ആളും കൂടെ രണ്ടു പേരുണ്ട്. ഈ പുള്ളി ഇന്ന് കളിയാക്കി ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു, എന്നെ കളിയാക്കാൻ കാരണം ചോദിച്ചു. അങ്ങനെ ഒരു തർക്കം പോലെ ആയി. അതിന് ഉള്ളിലേക്ക് കയറിയപ്പോഴേക്ക് ഇയാൾ വന്ന് അടിച്ചു. പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്, പോവുകയാണ്. പുറകെ വന്ന് അടിക്കുകയാണ്. എക്സിലേറ്ററിൽ കയറി അവിടെ വന്ന് അടിക്കുക. മൂന്നാൾ തന്നെ എൻ്റെ പുറകെ വന്ന് അടിച്ചു. ഓക്കെ പറഞ്ഞോളൂ. അപ്പൊ എന്റെ ഉള്ളിൽ മൂന്നാല് തവണ എന്റെ പുറകെ അടിക്കും. ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്, പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. താഴെ തന്നെ നിങ്ങൾ ആദ്യം ആക്രമിച്ചപ്പം എങ്ങനെയാ കൂടുതലായിട്ട് എങ്ങനെയാ തലയ്ക്കാണോ? ഞാൻ ചെയ്തിട്ടില്ല, എന്നെ അറ്റാക്ക് അല്ല. നിങ്ങളെ ഇങ്ങോട്ട് അടിച്ചപ്പം ആദ്യം അടിച്ചവൻ തലയ്ക്കാണോ അടിച്ചത്? എന്താണ് അടിച്ചത്? തലയ്ക്കാണ് അടിച്ചത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നിങ്ങൾ ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും പുറകെ വന്ന് അടിച്ചു. പുറകെ വരികയാണ്. ശരി ശരി. പിന്നെ അതിന് എക്സിലേറ്റർ കയറിയപ്പോൾ രണ്ടു മൂന്നാണെന്ന് അടിക്കുക പുറകെ വന്നിട്ട്. ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്, ഇങ്ങനെ മാറിക്കാൻ പോവാണ്. മൂന്നാലാണ് വന്നിട്ട് ഇടിക്കുകയാണ് പുറകെ. ഓക്കെ. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് നേരത്തെ പരിചയമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ആറട്ടെണ്ണം ഒഴിഞ്ഞു മാറിയപ്പോഴും പുറകെ വന്ന് അടിച്ചത് കൊണ്ട് ഒരു പരിധി വരെ അത് പ്ലാൻഡ് ആവാനാണ് ചാൻസ്. ഞാൻ പോവുകയെ ഒഴിഞ്ഞു മാറുകയെ ഉള്ളിലേക്ക് കയറി പോവേ പുറകെ വരികയാണ്. ഓക്കെ. മൂന്നാലാണോ? ഈ വ്യക്തിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും അത് മുന്നോട്ട് ആ വീഡിയോയുടെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ തർക്കിച്ചിടാൻ പേരിട്ടു. ഓക്കെ. നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേഷനിൽ വന്നു കേസ് കൊടുക്കുകയാണ്. ഓക്കെ. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. താങ്ക് യു. ഫോട്ടോയിൽ കിട്ടിയാണ്. ആ വീഡിയോയുടെ അടിയിൽ അതിൽ എഴുതിയിട്ടുണ്ട്. ഞാനന്ന് ഇങ്ങനെ തർക്കിച്ചു. പേരെന്താണ്? സൽമാൻ ഫാരിസ്. എന്താ പറയുക, കാരണം എന്തായിരുന്നു തന്നെ? പുള്ളി ഗുരുവായൂർ അമ്പലനട സിനിമയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുറച്ച് നെഗറ്റീവ് കൊടുത്തു. അതിൻ്റെ ദേശമാണോ അറിയില്ല. അതിൻ്റെ ദേശത്തിൽ ഒരു ആക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെയാണ്. സിനിമാ ഫീൽഡിലായിട്ട് ബന്ധമുള്ള ആളാണ്. ഫാൻസ് ഒന്നല്ല, ഇൻസ്റ്റയിൽ റീച്ചുള്ള അറിയുമ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഇനി വൈറലാൻ വേണ്ടി ശ്രമിച്ചാണോ അറിയില്ല. നമ്മൾ ബസ്സിലാണ് പുറകെ വരികയാണ്, പുറകെ വന്നിട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം എന്താ ചെയ്തത്? അണ്ണനെ കണ്ടപ്പോൾ ആദ്യം ആളെന്താ ചെയ്തത്? കളിയാക്കി ചോദിച്ചു. എന്തിനാ കളിയാക്കി ചോദിച്ചു? അതിൻ്റെ പേരിലാണ് പ്രശ്നമായത്. ബസ് എന്ത് ചെയ്ത പോലെ ഉപദ്രവിച്ചോ? ബസ് എന്നെ ഉപദ്രവിച്ചു. ഇവിടെ അടിച്ചു. പിന്നെ ഞാൻ ഉള്ളിൽ കയറിപ്പോൾ പുറകെ വരിക. പല മെട്രോ ഉള്ളിൽ പലയിടത്ത് വെച്ചൊക്കെ അടിച്ചു. എന്നിട്ട് ആരെങ്കിലും വന്നോ പിടിച്ച് മാറ്റാനൊക്കെ? സെക്യൂരിറ്റി ശ്രമിച്ചു. വേറെ ചെയ്യുന്നു, വേറെ ആൾക്ക് വീഡിയോ എടുത്തോണ്ട് മാറ്റാൻ നോക്കി. ആളൊറ്റയ്ക്കായിരുന്നോ? അല്ല, പ്രതി ഒറ്റയ്ക്കായിരുന്നു. പുള്ളിയുടെ ഒപ്പം രണ്ടുപേരുണ്ടായിരുന്നു. അവർ മാറ്റവും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തോ? അവർ കൈവച്ചോ? അവരും കൈവച്ചില്ല, ഇയാൾ മാത്രമായിരുന്നു. എന്നിട്ട് സ്മാർട്ട് ഫെസിലിറ്റിയുടെ വീഡിയോൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഞാനാണ് ഇയാളായിട്ട് സർവീസുള്ള വന്നത്. അപ്പോൾ എന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് കേസ് മുന്നോട്ട് പോകും. പോലീസ് എന്ന് പറഞ്ഞു, സ്റ്റേഷനിൽ പോലീസ് എന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞു. ഓക്കെ. ഇന്നലെ എന്തെങ്കിലും ആരെങ്കിലും കോൾ വിളിക്കുകയോ അങ്ങനെ ചെയ്തായിരുന്നോ? എന്തെങ്കിലും തരത്തിൽ ഭീഷണിയോ? ഇത് ഫാൻസ് ഒന്നല്ല, എനിക്ക് തോന്നുന്നില്ല ഫാൻസുകാരൊന്നും അല്ല. ഓക്കെ. ഇയാൾ ഇടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? എൻ്റെ ഫാദറിനെ തിരുവല്ല അപ്പനെ പറഞ്ഞുകൊണ്ടാണ് ഇടിച്ചത്. അത് എന്തിനാ ഇടിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ആണ് ചോദിച്ചത്? അങ്ങനെ എന്താണ് എന്നെ തല്ലുന്നത് എന്തിനാന്ന് ചോദിച്ചത്? എന്താ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞത്? ഇയാൾ എങ്ങനെ അടുത്ത് കൂടിയത്? പരിചയപ്പെടാൻ വന്നോ? അല്ല, ഇയാളെ ഞാൻ കളിയാക്കെന്ന് പറയുമ്പോൾ ഇയാൾ കളിയാക്കിച്ചിരിക്കുകയാണ് എന്നെ നോക്കിയാണ്. എന്തിനാ കളിയാക്കി? ഓ ശരി. അങ്ങനെ ആക്കിയതായി. പിന്നെ പുള്ളി ഇടിച്ചു. ഈ ലേഡീസ് കൂടെ ഉണ്ടായിരുന്ന ലേഡീസ് എന്ന് പറഞ്ഞില്ലേ? ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവര് മാറി നിൽക്കുകയാണ്. അവരൊന്നും മാറ്റിയില്ല. അവരോട് പറഞ്ഞു മാറ്റി നിർത്താൻ പറഞ്ഞു. ഓ ശരി. അവരൊന്നും ചെയ്തില്ല. ഓക്കെ. നിലവിലിപ്പം സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ റെസ്റ്റ് എടുക്കും. എവിടെയൊക്കെ പരിക്ക് പറ്റി? ഞാൻ കാണിച്ചല്ലോ. അല്ല, കാലുമുണ്ടാവും. ഇവിടെ ലിഗമെന്റ് പ്രോബ്ലം. ഓക്കെ. തലയ്ക്കും അടിക്കുന്നുണ്ടല്ലേ?
റെസ്റ്റ് എടുക്കും. ഓക്കെ, എന്തായാലും റെസ്റ്റ് എടുക്കൂ. ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, താങ്ക് യു.